ഇന്ന് രാവിലെ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. നമ്മൾ ഇതുപോലെ ഫീഡ് ചെയ്യാനായിട്ട് വരുന്ന സമയത്താണ് ടാങ്ക് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളും പ്ലാറ്റികളും കൂലിയോച്ചുകളും കിടക്കുന്നുണ്ട്. പക്ഷേ പ്ലാറ്റികൾ ഇതിനകത്ത് നല്ല രീതിയിൽ ബ്രീഡായിട്ടുണ്ട്, എല്ലായിടത്തും കുഞ്ഞുങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ചെറിയ ടാങ്കാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നല്ല രീതിയിൽ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്ലാറ്റികളെക്കാളും കൂടുതലായിട്ട് ബ്രീഡിങ് നല്ല രീതിയിൽ കാണാനായിട്ട് ആഗ്രഹിച്ചത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ ആയിരുന്നു. ഇതിനകത്ത് ഒരു 6 എണ്ണം കിടക്കുന്നുണ്ട് അഡൾട്ട് സൈസ് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ ഫീമെയിൽ. നമ്മൾ സ്ഥിരം നോക്കാറുള്ളതാണ്, കുഞ്ഞുങ്ങളെയൊന്നും കാണാറില്ല. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ നമ്മൾ 3 കുഞ്ഞുങ്ങളെ കണ്ടു. ഒരെണ്ണം കുറച്ച് വലുതായി വാലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കണ്ട 2 എണ്ണം എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ സർവൈവ് ചെയ്ത് കുറച്ച് സൈസായിട്ടുണ്ട്. ഗപ്പികൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ബ്രീഡ് ആവുന്നുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളധികം സർവൈവ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ തീരെ ചെറുതായതുകൊണ്ടാണ്. മാത്രമല്ല ഗപ്പികൾക്ക് അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി കൂടുതലുമാണ്. അതേസമയം പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കുറേ കുഞ്ഞുങ്ങളുണ്ട്. കാരണം പ്ലാറ്റികൾ അങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല. മാത്രമല്ല പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗപ്പികളുടെ കുഞ്ഞുങ്ങളെക്കാളും സൈസ് കൂടുതലാണ്. അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ മൂലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാം. പിന്നെ പ്ലാറ്റികളെ നമ്മൾ ഇതിനകത്ത് ഇട്ട സമയത്ത് 2 വെറൈറ്റികളൊക്കെ മിക്സ് ആയതുകൊണ്ട് തന്നെ കുറേ ക്രോസ് ബ്രീഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. ചില ക്രോസ് ബ്രീഡുകൾക്ക് അത്ര ഭംഗിയില്ല കാണാനായിട്ട്, എന്നാൽ കുറേ എണ്ണമൊക്കെ നല്ല ബ്രൈറ്റ് റെഡിലും ബ്ലാക്ക് ടൈലും ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ടാങ്കിലെ വെള്ളം ചെറിയ രീതിയിൽ വറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ എയറേഷനും കൊടുക്കാറുണ്ട്. പ്ലാറ്റികളുടെ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നി. അതായത് ചെറിയ ടാങ്കിലാണെങ്കിലും അവർ ബ്രീഡ് ചെയ്ത് നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, കുറച്ച് വലിയ സൈസ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നാച്ചുറൽ ബ്രീഡിങ് നടക്കും എന്നുള്ളത്. അതേസമയം ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾക്ക് ഈ ഒരു ടാങ്കിനേക്കാളും കുറച്ചും കൂടി സൈസുള്ള ടാങ്കുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി കൂടുതലായതുകൊണ്ട് വലിയ ടാങ്കുകൾ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു ചെറിയ ടാങ്ക് ഇതുപോലെ ഗപ്പികൾക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിനകത്ത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഫുള്ളായിട്ടും നിറച്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അഡൾട്ട് സൈസും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ആയി കിടക്കുകയാണ്. നാച്ചുറലായിട്ട് ബ്രീഡ് ആയതാണെന്നാണ് പറയുന്നത്. ഞാൻ ഈ ഒരു വെറൈറ്റി മാത്രമാണ് വാങ്ങി വളർത്തിയിട്ടുള്ളത്, ഈ ഒരു ആൽബിനോ ഫുൾ റെഡ്. അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെറിയൊരു ടാങ്ക് ഇവർക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞുങ്ങൾ നാച്ചുറലായിട്ട് ബ്രീഡായി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു ടാങ്ക് ഇപ്പോൾ നിൽക്കുന്നത് സൺഷെയ്ഡിൻ്റെ കീഴിലായതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് മഴവെള്ളം ഇതിലേക്ക് വീഴുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ടാങ്ക് വളരെ സേഫാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്പേസ് കുറച്ച് നീളത്തിൽ കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. വേറെ പുറത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റാഞ്ഞിട്ടല്ല, ഈ പറഞ്ഞതുപോലെ മഴവെള്ളം വീഴുമ്പോൾ ഇവർക്ക് പ്രശ്നം വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓപ്പൺ എയറിൽ പെട്ടെന്നൊരു ടാങ്ക് നമ്മൾ ചെയ്യാത്തത്. പിന്നെ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് ഈ ഫീമെയിൽ ഗപ്പികൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.